കായംകുളത്ത് പ്രതിഭാസം. ജില്ലാ സെക്രട്ടറിയുടെ സ്ഥാനാർത്ഥിത്വം പ്രതിസന്ധിയിൽ. ഇനി ആരൊക്കെ എതിർത്താലും കായംകുളം മണ്ഡലത്തിൽ പ്രതിഭ തന്നെ CPM സ്ഥാനാർത്ഥിയായി മത്സരിക്കും. കാരണം ജില്ലാ നേതൃത്വത്തെക്കാൾ കൂടുതൽ സ്വാധീനം സംസ്ഥാന നേതൃത്വത്തിൽ പ്രതിഭയ്ക്ക് ഉണ്ടെന്നത് തന്നെ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ചിലരൊക്കെ പ്രതിഭയ്ക്ക് സീറ്റ് കൊടുക്കുന്നതിൽ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ അവസാനം പട്ടിക പുറത്തു വന്നപ്പോൾ പ്രതിഭ തന്നെ സ്ഥാനാർത്ഥിയായി. എതിർത്തവർ ഒടുവിൽ പ്രതിഭയ്ക്കായി വോട്ട് പിടിക്കാൻ നിർബന്ധിതരായി. ചിലർ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്തുപോയി. പാലം കുലുങ്ങിയാലും കേളൻ കുലുങ്ങില്ല എന്ന പോലെ ഇത്തവണയും പ്രതിഭ കായംകുളത്ത് സീറ്റ് ഉറപ്പിച്ചിരിക്കുകയാണ്. ഇത്തവണ പാർട്ടി ജില്ലാ സെക്രട്ടറിയെയും കടത്തിവെട്ടിയാണ് പ്രതിഭ സീറ്റ് ഉറപ്പിച്ചിരിക്കുന്നത്. ഇനി പാർട്ടി സെക്രട്ടറിക്ക് വേണമെങ്കിൽ കായംകുളം മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് ആത്മനിർവൃതി അടയാം. ആലപ്പുഴ ജില്ലയിലെ നിയമസഭാ സ്ഥാനാർത്ഥി നിർണയത്തിൽ സിറ്റിംഗ് MLA-മാരെ തന്നെ നിലനിർത്തണമെന്ന സംസ്ഥാന നേതൃത്വത്തിന്റെ കർശന നിർദ്ദേശത്തോടെ ജില്ലാ കമ്മിറ്റിയുടെ സമവാക്യങ്ങൾ മാറിയിരിക്കുകയാണ്. സിറ്റിംഗ് MLA-മാർ വീണ്ടും ജനവിധി തേടണമെന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിർദ്ദേശമാണ് ജില്ലാ കമ്മിറ്റിയുടെ സമവാക്യത്തെ തെറ്റിക്കുന്നത്. ഈ കൂട്ടത്തിലെ ഏറ്റവും പ്രധാനം കായംകുളം മണ്ഡലമാണ്. കായംകുളത്ത് സിറ്റിംഗ് MLA പ്രതിഭയ്ക്ക് പകരം ജില്ലാ സെക്രട്ടറി R. നാസറിനെ രംഗത്തിറക്കാനാണ് ജില്ലാ കമ്മിറ്റി ആലോചിച്ചിരുന്നത്. എന്നാൽ ഇന്നലെ ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റിൽ സിറ്റിംഗ് MLA-മാർ വീണ്ടും ജനവിധി തേടണമെന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിർദ്ദേശം അവതരിപ്പിച്ചതോടെ നാസറിന്റെ സ്ഥാനാർത്ഥിത്വം പ്രതിസന്ധിയിലായി. ഇതോടെ കായംകുളത്ത് വീണ്ടും പ്രതിഭ തന്നെ ജനവിധി തേടുമെന്നാണ് സൂചന. എന്നാൽ മണ്ഡലത്തിൽ മാറ്റം വേണമെന്ന നിലപാടാണ് ജില്ലാ സെക്രട്ടേറിയറ്റിനുള്ളത്. ഇത് കൂടുതൽ ശക്തമായാൽ സിറ്റിംഗ് സീറ്റുകളിൽ പരീക്ഷണത്തിന് മുതിരേണ്ടതില്ല എന്ന സംസ്ഥാന നേതൃത്വത്തിന്റെ ഉറച്ച നിലപാടിൽ കൂടുതൽ ചർച്ചകൾ ഉണ്ടായേക്കാം. പ്രാദേശികമായി പ്രതിഭയ്ക്കെതിരെ ശക്തമായ നീക്കമാണ് പാർട്ടി തലത്തിലുള്ളത്. ഇത് സംസ്ഥാന നേതൃത്വത്തിന് ബോധ്യപ്പെട്ടാൽ മാത്രം മാറ്റത്തിന് സാധ്യതയുണ്ടാകൂ. എന്നാൽ സംസ്ഥാന നേതൃത്വത്തിൽ പ്രതിഭയ്ക്കുള്ള സ്വാധീനം ജില്ലയിലെ പാർട്ടി നേതാക്കളുടെ എതിർപ്പിനെ മറികടക്കുമോ എന്നാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്.